യോഗവാസിഷ്ഠം നിത്യപാരായണം. വൈരാഗ്യപ്രകരണം. അപഹസ്ഥിത സർവാർത്ഥ അനവസ്ഥിരാസ്ഥിത ഗൃഹീത്വോത്സുജ്യജാത്മാനം ഭവസ്ഥിതിരവിസ്ഥിതോ വിസ്ഥിത. രാമൻ തുടരുന്നു. ദുഃഖത്തിൻ്റെ കൂപത്തിൽ പതിച്ചുപോയ ജീവജാലങ്ങളുടെ പരിതാപകരമായ അവസ്ഥ ആലോചിച്ച് എൻ്റെ ഉള്ളിൽ ആദി നിറഞ്ഞിരിക്കുന്നു. എൻ്റെ മനസ്സ് ചിന്താക്കുഴപ്പത്തിലാണ് പതറുന്നത്. ഓരോ അടിയിലും ഞാൻ ഭയചകിതനാണ്. ഞാൻ എല്ലാം ഉപേക്ഷിച്ചിരിക്കുന്നു. എന്നാൽ ഞാൻ ആ പരമസത്യത്തിൽ ഇനിയും സ്ഥിരപ്രതിഷ്ഠനായിട്ടില്ല. ഞാൻ കുറച്ച് സ്വതന്ത്രനായും കുറച്ച് ബന്ധനായും കഴിയുന്നു. മുറിച്ചു കളഞ്ഞുവെങ്കിലും വേരറ്റിട്ടില്ലാത്ത വൃക്ഷം പോലെയാണ് ഞാൻ. എനിക്ക് മനസ്സിനെ സമ്പൂർണമായി നിയന്ത്രിക്കണമെന്നുണ്ട്. പക്ഷേ എനിക്കത് പ്രാവർത്തികമാക്കാൻ ഉള്ള അറിവില്ല. അതുകൊണ്ട് ഏതൊരവസ്ഥയിലാണ് ദുഃഖം അനുഭവേദ്യമാവാതിരിക്കുക എന്നെനിക്ക് പറഞ്ഞു തന്നാലും. എന്നെപ്പോലെ ലൗകിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരുവന് എങ്ങനെയും ശാന്തിയുടെയും ആനന്ദത്തിൻ്റെയും പരമോന്നത തലത്തിൽ എത്താനാവും? ഏതൊരു മനോഭാവം കൈക്കൊള്ളുമ്പോഴാണ് ഒരുവനെ ലൗകിക കർമ്മങ്ങളും അനുഭവങ്ങളും ബാധിക്കാതിരിക്കുക? പ്രബുദ്ധനായ ഒരുവന് ഈ ലോകത്തിൽ എങ്ങനെ വർത്തിക്കുന്നു? എങ്ങനെയാണ് ലോകത്തിന് വെറും ഒരു പുൽക്കൊടിയുടെ മൂല്യമേകുകയുള്ളൂ എന്ന് കരുതി മനസ്സിനെ കാമത്തിൻ്റെ പിടിയിൽ നിന്നും മോചിപ്പിക്കുക? എങ്ങനെയാണ് ലോകത്തെ സ്വന്തം ആത്മാവായി സാക്ഷാത്കരിക്കുക? ഒരുവന് എങ്ങനെയാണ് ഈ ലോകത്തിൽ വർത്തിക്കേണ്ടത്? തുലോം ചഞ്ചലമായ എൻ്റെ മനസ്സിനെ മഹാമേരുവിനെ പോലെ ദൃഢമാക്കുവാനുള്ള വിവേകബോധവും എനിക്ക് ഉപദേശിച്ച് നൽകിയാലും അങ്ങ് പ്രബുദ്ധനാണെന്ന് ഞാൻ അറിയുന്നു. ഈ വിവേകബോധത്തിൽ നിന്നും ഒരിക്കലും തിരികെ ദുഃഖത്തിലേക്ക് പതിക്കാതിരിക്കുവാനുള്ള ഉപദേശം നൽകിയാലും ഇഹലോകം വേദനയും മരണവും നിറഞ്ഞതാണല്ലോ. ഒരുവന്റെ മനസ്സിനെ കുഴപ്പിക്കാതെ എങ്ങനെയാണ് മനസ്സിനെ ആനന്ദത്തിൻ്റെ സ്രോതസ്സാക്കി മാറ്റുക? കളങ്കം നിറഞ്ഞ മനസ്സിനെ എങ്ങനെയാണ് ശുദ്ധീകരിക്കുക? ഏതു മഹർഷിയാണ് മനഃശുദ്ധീകരണ വിദ്യ നിർദ്ദേശിച്ചിരിക്കുന്നത്? ഇഷ്ടാനിഷ്ട ദ്വന്ദ്ങ്ങളുടെ ഒഴുക്കിൽപ്പെടാതെ ഒരുവനെ എങ്ങനെ ജീവിക്കണം? തീർച്ചയായും ദുഃഖത്തിനും ദുരിതത്തിനും വംശവദനാവാതെ ഈ ലോകത്തിൽ ജീവിക്കാൻ ഏതോ രഹസ്യം ഉണ്ടെന്നുറപ്പാണ്. തീയിൽ വീണാൽ പോലും രസത്തെ, അതായത് മെഴുകുതിരി, ബാധിക്കുന്നില്ലല്ലോ. എന്താണോ രഹസ്യം? മനസ്സിൻ്റെ വ്യാപാരങ്ങൾ ഈ ബ്രഹ്മാണ്ഡമായി പരന്നു കിടക്കുന്നു. എന്താണ് ആ മനസ്സിനെതിരെ വർത്തിക്കുന്ന പരമാർത്ഥത്തിൻ്റെ രഹസ്യം? മോഹവലയത്തിൽ നിന്നും വിടുതല നേടിയ വീരപുരുഷന്മാർ ആരെല്ലാം? അവര് ഏതൊക്കെ മാർഗങ്ങളാണ് അവലംബിച്ചത്? ഈ അറിവിലേക്ക് അപ്രാപ്യമോ ഞാൻ ഇതിന് അയോഗ്യനോ ആണെന്ന് അങ്ങ് കരുതുന്ന പക്ഷം ഞാൻ മരണം വരെ ഉപവസിക്കാൻ പോവുകയാണ്. ഇത്രയും പറഞ്ഞ് രാമൻ നിശബ്ദനായി.